റഹീമിൻ്റെ മോചനദ്രവ്യമായ തുക ശേഖരിച്ച ശേഷം റിയാദിൽ നിന്നുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ കൈമാറിയിരുന്നു. വീണ്ടും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ റഹീമിൻ്റെ മോചനദ്രവ്യമായി ആ കുടുംബം ആവശ്യപ്പെട്ട തുക ഏതാണ്ട് 34 കോടി രൂപ മൂല്യം വരുന്ന റിയാലാണ്. ആ സംഖ്യ ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട പ്രക്രിയ ആ പണം ഇങ്ങോട്ട് സൗദിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് ഇനി ചെയ്യാനുള്ളത് നിലവിൽ ആ ശേഖരിച്ച തുക കോഴിക്കോട് നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഫണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വിദേശകാര്യ മന്ത്രാലയം വഴി ആ തുക റിയാദിലുള്ള ഇന്ത്യൻ എംബസി മുഖാന്തരം സൗദിയിലെത്തിക്കും. എന്നിട്ട് ആ തുക കോടതി മുഖാന്തരം ഇവരുടെ കുടുംബങ്ങൾക്ക് കൈമാറുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയായി അല്ലെങ്കിൽ കടമ്പയായി ബാക്കിയുള്ളത്. ആ ഒരു കടമ്പ തീരുന്നതോടുകൂടി തന്നെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഒരു പക്ഷേ അവസാനിക്കാൻ പോവുകയാണ്. അതിന് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലേക്കാണ് ഒരു പക്ഷേ ഇനി റിയാദ് സമൂഹം കടക്കാനിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ട ആളുകളാണ് എൻ്റെ തൊട്ട് പിറകിലുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ഉദ്യമത്തിലേക്ക്, കാരണം ഈ ഒരു തുകയിലേക്ക് ഇത്ര വേഗത്തിൽ എത്തുമോ എന്നുള്ളൊരു കാര്യം തുടക്കത്തിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ വിധത്തിൽ എയും ബിയും സിയും ഉൾപ്പെടെ വിവിധ പ്ലാനുകൾ അവർ തയ്യാറാക്കിയിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിവേഗത്തിലാണ് ഈ ഫണ്ട് സ്വരൂപിച്ചെടുത്തത്. ഇതിനിടയിൽ തന്നെ പല കാരണങ്ങളാൽ ഈ ഫണ്ട് ഫ്ലോ നിലക്കുമോ എന്നുള്ള ആശങ്കകൾ വരെ വന്നിരുന്ന ആദ്യഘട്ടങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് റമദാന്റെ അവസാന ദിനങ്ങളിൽ അതിവേഗത്തിൽ ഈ ഫണ്ട് ശേഖരണം പൂർത്തിയായി. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ 2 ദിവസങ്ങളായി കാണുന്നത് റെക്കോർഡ് വേഗത്തിൽ ആ തുകയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വീണ്ടും 2 ദിനം കൂടി ബാക്കി വേണ്ടി വരുമെന്ന് ഇന്നലെ കരുതിയെടുത്തുന്നതാണ് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഈ 34 കോടി എന്ന ഒരു സംഖ്യയിലേക്ക് തുക എത്തുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് എൻ്റെ പിറകിൽ കാണുന്ന ഈ റിയാദ് സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള വ്യക്തികളുടെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ശ്രമം തന്നെയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ ഉദ്യമം. അതിനുശേഷമാണ് ഇത്രയധികം സങ്കീർണമായ ഘട്ടങ്ങൾ കടന്നുകൊണ്ട് ഈ ഒരു ഫണ്ട് ശേഖരണത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര സമയത്തിനകം റഹീം പുറത്തിറങ്ങും എന്നുള്ളതാണ്. അതിലേക്ക് സ്വാഭാവികമായിട്ടും ഇനി അറിയാനുള്ള കാര്യം, ഈ ഫണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കോടതിയിലേക്ക് ആ വിഷയം ധരിപ്പിക്കണം. അതായത് പണം ശേഖരിക്കുകയും കുടുംബത്തിന് കൈമാറാനായി പണം തയ്യാറായിട്ടുണ്ടെന്ന് അറിയിക്കണം. അത് നിലവിൽ തന്നെ ആ വക്കീലിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുശേഷം വരുന്ന 2 ദിവസങ്ങൾ അവധി ദിനങ്ങളാണ്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണ്ടും ഈ പണം കൈമാറുന്നൊരു ചടങ്ങിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ വീണ്ടും കോടതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അതിനുശേഷമായിരിക്കും റഹീം മോചിപ്പിക്കപ്പെടുക. എൻ്റെ കൂടെയുള്ളത് റഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം മുതൽ പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. അവർ പലരും നാട്ടിലാണ്. റഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നാട്ടിൽ അവരുടെ വീടുകളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിനിധികളായി അതിനുശേഷം ഇവിടെ റിയാദിൽ തിരഞ്ഞെടുക്കപ്പെട്ട ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റിയുടെ പ്രതിനിധികളാണ് എൻ്റെ കൂടെയുള്ളത്. ആദ്യം തന്നെ CP മുസ്തഫയാണ് എൻ്റെ കൂടെയുള്ളത്. അദ്ദേഹമാണ് ഈ ഒരു കമ്മിറ്റിയെ അങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഇനിയുള്ള ഒരു ഘട്ടങ്ങൾ എന്ന് പറയുന്നത്? ഇനിയുള്ള ഘട്ടങ്ങൾ ഈ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നാളെ ഇന്ത്യൻ എംബസിയിൽ ഇപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ ഓഫാണ്. എല്ലാ ഓഫീസ് തലങ്ങളിലൊക്കെ പിന്നെ വർക്കിംഗ് ഡേ അല്ല. ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച മുതലൊക്കെയാണ് ഓഫീസുകളൊക്കെ തുറക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ അംബാസഡർ കാണണം. അതിനുശേഷം എംബസിയിലുള്ള മറ്റുള്ള ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കാണണം. അതിനുശേഷം വക്കീൽമാരെ കാണണം. വക്കീൽമാർ നിങ്ങൾക്കറിയാം, ഇവിടെ ഇവരെ 2 ഭാഗത്തുള്ള അഡ്വക്കേറ്റ്മാരും കൂടി ഉണ്ടാക്കിയൊരു സന്ധിയാണ്. ആ സന്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ദിയാപ്പണം സ്വീകരിച്ചുകൊണ്ട് റഹീമിനെ മോചനം സാധ്യമാക്കുന്നത്. അവരൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഉള്ള ഇതിന് പുറമെ ഒരു വലിയ സംഖ്യ അവർക്കും കൂടി പേ ചെയ്യാനുണ്ട്. അത് ഇതിന് പുറമെയാണ് ഈ 34 കോടിയുടെ ബാക്കി വരുന്ന ഏകദേശം 7.5 ലക്ഷം റിയാലോളം അതിന് വേറെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഈ ലീഗൽ കമ്മിറ്റി കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് ഇടപെട്ട ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വക്കീൽ മധ്യസ്ഥരും ഒക്കെ അതിൻ്റെ എത്ര ശതമാനം വെച്ച് അവർ ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൽ കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ലീഗൽ സെല്ല് നാട്ടിലുള്ളവരും ഞങ്ങളോട് കൂടി ആലോചിച്ച് ആ കാര്യങ്ങൾ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായ യൂസുഫ് സാഹിബുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാണ്. ഇത്ര വേഗത്തിൽ, കാരണം കഴിഞ്ഞ ഒരു റമദാൻ കഴിഞ്ഞെങ്കിലും നമ്മൾ ഇത്ര അതിവേഗത്തിൽ, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് ഏകദേശം 2 ദിവസത്തിനകം പൂർത്തിയാവുന്നതാണ്. പക്ഷേ 24 മണിക്കൂർ തികതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. അതിനുള്ള കാരണം സത്യത്തിൽ ഈ റമദാനിൽ നമ്മളിത് തുടങ്ങിയ സമയത്ത് വളരെ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഈ അക്കൗണ്ട് ചലിക്കാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞു അക്കൗണ്ടിൻ്റെ പ്രശ്നമാണ്, മറ്റുള്ള പ്രശ്നങ്ങളാണ് എന്നൊക്കെ നമ്മൾ ഇതിൽ പറയുമ്പോഴും
ഒരു പ്രതീക്ഷ അപ്പോൾ നമ്മളൊക്കെ കയ്യിലുണ്ട്. കാരണം നമുക്കറിയാം റമദാനിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ ആളുകളൊക്കെ ഈ കരുതൽ ശേഖരത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, മറ്റുള്ള പാവപ്പെട്ട ആളുകളൊക്കെ ഇത് മറ്റുള്ള ആളുകൾക്കൊക്കെ സംഭാവനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് റമദാനിൻ്റെ അവസാന ഭാഗം. ആ സമയത്താണ് ഇതിന് ഏകദേശം നോമ്പ് 26 മുതലാണ് ഈ അക്കൗണ്ട് ചലിക്കാൻ തുടങ്ങിയത്. അതുമുതൽ പിന്നെ ചലിച്ച് ഇന്നാണ് ഇത് അവസാനിക്കുന്നത്. കാരണം ഒരു വല്ലാത്തൊരു ഫ്ലോ ആണ്. ഇന്നലെ രാത്രിക്ക് ശേഷം വന്ന എമൗണ്ട് ഏകദേശം 8-9 കോടിയോളം രൂപ ഒറ്റയടിക്കാണ് ഈ അക്കൗണ്ടിലേക്ക് എത്തിയത് കുറഞ്ഞ സമയം കൊണ്ട്. നമുക്കൊന്നും ഒരു ആശങ്കയില്ലായിരുന്നു റമദാൻ അവസാനത്തോടു കൂടി ഇത് അക്കൗണ്ട് നമുക്ക്, എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളൊക്കെ ഇതിന് സംഭാവന ചെയ്യാൻ തയ്യാറായിരിക്കുകയായിരുന്നു. ഇത് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായത്തിൽ 100 കോടിയിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ നമ്മൾക്ക് ആവശ്യം 34 കോടിയാണ്. ഇനിയൊരു ഇതുപോലുള്ള ഒരു ദുരന്തമൊന്നും ഇനി നമ്മൾക്ക് മുമ്പിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നാലും റഹീമിൻ്റെ ഈ ആദ്യം തുടക്കം മുതൽ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസുഫ് സാഹിബ് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും റഹീമിനെ കുറിച്ചുള്ള നിലച്ച് നിൽക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ റഹീമിനെ കാണുന്നത് പോലും യൂസുഫ് സാഹിബുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ വാക്കുകളിൽ കൂടെയാണ് ഞങ്ങൾ റഹീം എന്താണ് എന്നുള്ളത് കണ്ട് പഠിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും